നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നടക്കില്ലടി. നീ ഗൗതത്തെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ കൂടെ കൂടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മോഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഒരു രാത്രിയെങ്കിലും ഞാൻ കഴിഞ്ഞേനെ. നിന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനാ ഞാൻ നിന്റെ പിന്നാലെ നടന്നത്. ആ പകയിൽ നീയും പെടും. മേലെന്റെ ഫോണിൽ വിളിച്ചു പോരുത്. അവൾ അങ്ങനെയൊന്നും പിടിവിടില്ല. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന്റെ രേഖ അവളുടെ പക്കലുണ്ട്. ഏട്ടനത് ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ അവൾ ഒരു പടി മുൻപിൽ നിന്നു. എന്റെ ഫോണിലേക്ക് അവൾ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അയച്ചു തന്നിട്ടുണ്ട്. മാണിക്യമംഗലം ഏട്ടന്റെ പേരിലാണെന്ന കാര്യം കവിതയ്ക്കറിയാം. ആ പ്രോപ്പർട്ടിക്ക് വിറ്റാൽ കിട്ടുന്ന തുകയും അവൾക്കറിയാം. കവിത കണ്ണുവെച്ചിരിക്കുന്നത് അതില. ഞാനതൊക്കെ കൊടുത്തിട്ട് വേണ്ടേ? ജീവനാംശമൊക്കെ ചോദിച്ചു വരാൻ എന്തർഹത അവക്കുള്ളത്? എന്നെ കീഴ് ജീവനക്കാരനാക്കി മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തിയവളവൾ. ഏത് ഭാര്യയ്ക്ക് അതിന് കഴിയും? അവൾക്കതിന് കഴിയുമെന്ന് തെളിയിച്ചു തന്നില്ലേ? ഏട്ടനെയും സ്വന്തം അമ്മയും കൊന്നവൾക്ക് ഇങ്ങനൊരു നാടകം കളിക്കാനാണോ പ്രയാസം? ദേ, ഏട്ടൻ വളരെ സൂക്ഷിക്കണം. കവിതയ്ക്ക് പണത്തിൽ കവിഞ്ഞ് ഒരു ചിന്തയുമില്ല. അതിനവൾ ആരെയും കൊല്ലും. ഗൗരിക്കെന്താ പേടി വന്നുണ്ടോ? എനിക്കറിയാം അവൾ ഏതറ്റം വരെ പോകുന്നു. പക്ഷേ എന്റെ നേരെ വരാൻ അവൾ ഭയപ്പെടും. വിഡ്ഢിത്തം പറയല്ലേ. ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലണമെന്ന് തോന്നിയാൽ അതിനൊരു പ്രയാസവും ഇല്ല. പലർക്കും അതിന് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ അതിന് ശ്രമിക്കാതിരുന്നത്. കവിതയെ നമ്മൾ ഭയപ്പെട്ടേ തീരൂ. മനസ്സ് വ്രണപ്പെട്ട പെണ്ണിനോളം അപകടകാരിയായി ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. നീ പറയുന്നത് അവൾ എന്നെ കൊല്ലൂന്നാണോ? എങ്കിൽ ആളെ കൂട്ടി അവൾ വരട്ടെ. ആ ഡേവിഡ് ജാക്കിയല്ലേ അവളുടെ വലം കൈ. എന്റെ മുന്നിൽ അവന് മുട്ടിടിക്കും. കവിതയ്ക്ക് അവനെ പരിചയപ്പെടുത്തിയതേ ഞാനാ. അവള് മനസ്സിൽ കാണുന്നത് ഏട്ടന്റെ മരണമാണെങ്കിലോ? ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച മാണിക്യമംഗലത്തെ സ്വത്തിന് അവകാശിയാകാൻ പോകുന്നത് ഏട്ടന്റെ ഭാര്യ കവിതയാ. കവിതയെ പോലൊരു കൊടും ക്രിമിനലിന് എന്തുകൊണ്ട് ആ വഴിക്ക് ചിന്തിച്ചൂടാ? അവളെ ഏട്ടനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനു മുൻപ് എനിക്ക് അവളെ പൂട്ടണം. മംഗലശ്ശേരിയിൽ ഒരാൾ കാരണം എനിക്കൊരു ഏട്ടനെ കൂടി നഷ്ടപ്പെടാൻ പാടില്ല. അവളെ എങ്ങനെ പൂട്ടുന്നാ നീ പറയുന്നേ? അതിനുള്ള വഴി അവള് തന്നെ തെളിയിച്ചു തന്നില്ലേ? വസുമതിയമ്മയുടെ കൊലപാതകം അവൾ ആരെ കൊണ്ട് അത് ചെയ്യിച്ചാലും ഒന്നാം പ്രതി കവിത തന്നെയാ. ഇനി എന്റെ നീക്കം കവിതയെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കാൻ തന്നെയാ. ജയിലിലായി കഴിഞ്ഞാൽ അവൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.